ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. ഒരിക്കൽ ഒരു സ്ത്രീ ഒരു കൈയിൽ വെള്ളവും മറ്റേ കൈയിൽ തീയുമായി റോഡിലൂടെ നടക്കുകയായിരുന്നു. ഇത് കണ്ട ആളുകൾ അവളോട് ചോദിച്ചു, എന്തിനാണ് തീയും വെള്ളവും കൂടെ കൊണ്ടുപോകുന്നത്? ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിന് തീ വയ്ക്കണം, നരകത്തിലെ തീ ഈ വെള്ളമൊഴിച്ച് കെടുത്തണം. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ, നരകത്തെക്കുറിച്ചുള്ള ഭീതി കൊണ്ടാണ് ഞാൻ നല്ലവളായിരിക്കുന്നത് എങ്കിൽ എന്നെ ആ നരകത്തിലിട്ട് കത്തിക്കണം. സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷം കൊണ്ടാണ് ഞാൻ നല്ലവളായിരിക്കുന്നതെങ്കിൽ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. ദൈവമേ, അങ്ങയോടുള്ള സ്നേഹം മാത്രമായിരിക്കണം എന്നെ നല്ലവളാക്കുന്നത്. സ്വർഗത്തെക്കുറിച്ചുള്ള സുന്ദരമോഹനമായ പ്രതീക്ഷയോ നരകത്തെക്കുറിച്ചുള്ള ഭീതിയോ അല്ല ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ നല്ല വ്യക്തിയായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കേണ്ടത്. തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ പ്രേരിപ്പിക്കേണ്ടത് അത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായിരിക്കണം. ഈ ലോകം നന്മ നിറഞ്ഞതായി തീരുവാനുള്ള താല്പര്യം, മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ, ഇവയൊക്കെ ആയിരിക്കണം നന്മ പ്രവർത്തിക്കുന്നതിനുള്ള പ്രേരണ. സ്വർഗമോഹവും നരകഭീതിയും യഥാർത്ഥത്തിൽ സ്വാർത്ഥതയുടെ ഭാവങ്ങളാണ്. സ്വാർത്ഥത എന്നത് തന്നെ സകല നന്മയെയും ഹനിക്കുന്നതാണ്. ആകയാൽ ജീവിതത്തിൻ്റെ മുഖമുദ്ര നിസ്വാർത്ഥതയായിരിക്കണം. നിസ്വാർത്ഥ ഹൃദയങ്ങൾക്ക് മാത്രമേ ഇതരരെ സ്നേഹിക്കുവാൻ കഴിയൂ. സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കാത്ത ഒരു നന്മയും യഥാർത്ഥ നന്മയായിരിക്കില്ല. ഇരുളും വെളിച്ചവും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ സ്വാർത്ഥതയും നന്മയും വ്യത്യസ്തമാണ്. മാനസിക ഐക്യമില്ലാതെ രണ്ടു പേർക്ക് ഒരുമിച്ച് പാർക്കുവാൻ കഴിയാതെ വരുന്നത് പോലെ സ്വാർത്ഥതയ്ക്കും നന്മയ്ക്കും ഒരുമിച്ച് പോകുവാൻ കഴിയില്ല. മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ തിന്മ സ്വാർത്ഥത തന്നെയാണ്. അപ്പോൾ നന്മയും സ്വാർത്ഥതയും പരസ്പര വിരുദ്ധങ്ങൾ ആയിരിക്കും. അതിനാൽ നരകത്തെ ഭയന്ന് ചെയ്യുന്ന നന്മ പ്രവൃത്തികളും തിന്മ തന്നെയായിരിക്കും. അതിന് നരകമല്ലാതെ മറ്റൊരിടം ഉണ്ടാവില്ല. അതിനാൽ സ്വാർത്ഥരായ വ്യക്തികൾ സ്വർഗത്തിലെത്തിയാലും അവിടെ അവർക്ക് നരകമായിരിക്കും, അല്ലെങ്കിൽ അവർ അവിടം നരകമാക്കും. മാത്രമല്ല, സ്വർഗവും നരകവും ഒരു വാസസ്ഥലം എന്നതിലുപരി ജീവിതാനുഭവം അല്ലെങ്കിൽ ഒരു ജീവിതാവസ്ഥ തന്നെയാണ്. അതിനാൽ സ്വാർത്ഥരായവർ എപ്പോഴും നരകത്തിൽ തന്നെയായിരിക്കും. സ്നേഹവും നന്മയും സ്വർഗം നിർമ്മിക്കുമ്പോൾ സ്വാർത്ഥത തിന്മയാകിയാൽ അതിന് നരകം സൃഷ്ടിക്കുവാനേ അറിയുള്ളൂ. നാം ജീവിക്കുന്നിടം സ്വർഗമാക്കി തീർക്കുവാൻ, ഏവരെയും സ്നേഹിക്കുന്ന ജീവിതാനുഭവം കെട്ടുമണി ചെയ്യുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സ്വാർത്ഥതയെ വെടിഞ്ഞ് നിസ്വാർത്ഥരായി ജീവിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവിയിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.